ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒന്നും ഇങ്ങോട്ട് വിളമ്പണ്ട. ഗോപാലകൃഷ്ണനെങ്കിൽ ഗോപാലകൃഷ്ണൻ, വിഷ്ണുവെങ്കിൽ വിഷ്ണു. രണ്ടുപേരിൽ ഒരാള് എന്റെ കത്തിമുനയിൽ തീരും. ഞാൻ തീർക്കും. രാമേട്ടാ, ഇത് നാട്ടുകാരൊന്നുമല്ല, വിശ്വസിച്ച് കൂടെ നടക്കുന്നവരെന്നെ പറയുന്നേ. ഈ ചങ്കെടുത്ത് കാണിച്ചാല് ചെമ്പരത്തി എന്ന് പറയുന്നവരെ നമുക്ക് ചുറ്റുമുള്ളതേ. പിന്നെന്താ പറയട്ടെ കാര്യം? രാമേട്ടാ, പോവാം. അതെ അതെ അതെ, ഒന്ന് നിന്നേ. അതെ, അതെന്തൊരു പോക്കത്? ഈളവെന്ന് വായിട്ടളിക്കുന്ന കേൾക്കാത്തൊന്നുമല്ലല്ലോ, കേൾക്കാതെ നടിക്കുന്നതല്ലേ. എന്താ വിഷ്ണുവിനിപ്പോ വേണ്ടത്? അല്ല, താനിപ്പോ എവിടെയാ പോകുന്നേ? ഞങ്ങളിപ്പോ രണ്ടുപേരും നിൽക്കുന്ന കണ്ടില്ലേ? അപ്പൊ എന്തേലും ഒന്ന് ചോദിച്ചിട്ട് പോക്കൂടെ? ചോദിച്ചാൽ സത്യസന്ധമായിട്ട് മറുപടി പറയില്ലല്ലോ. അത് പോട്ടെ. ഞാൻ വന്നിട്ടേ താൻ എന്നോട് കാര്യമായിട്ടൊന്നും മിണ്ടിയിട്ട് പോലുമില്ല. അല്ല, എനിക്കെന്താ പറയാനുള്ളതൊന്ന് കേൾക്കാനെങ്കിലും പാടില്ലേ? എനിക്കൊന്നും കേക്കണ്ട. സഹായിക്കാനായിട്ട് ശിവകാശി പോയ കഥയല്ലേ, ആ കഥ ഞാൻ കേട്ടു. നിന്നോടും പറഞ്ഞു കാണുമല്ലോ ഒരു ചക്രപാണിയുടെ കഥ. പറഞ്ഞു ഒരു ലോറിക്കാരൻ ചക്രപാണിയുടെ. ആ കഥയെ ഒരിക്കൽ കേട്ട തന്നെ ബോറടിയാ. പിന്നെയും കേട്ടാലേ ദഹിക്കത്തില്ല. അതുകൊണ്ടാ ഞാൻ ചോദിച്ചു ബുദ്ധിമുട്ടിക്കാത്ത. രാമേട്ടാ, വണ്ടി എടുക്ക. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അച്ഛനെ, എന്നാലും എനിക്ക് ആ ചക്രപാണിയെ മനസ്സിലായില്ല. ഇനിയിപ്പോ മനസ്സിലാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചക്രവാണി തീർന്നു. എന്താ? എടാ, ആ പടം അവസാനിച്ചു. പടം വെട്ടിയിലായി. മൊത്തം പ്രശ്നമാണല്ലോ. എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് താനെന്താ വന്നിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്തു പറയാനാ? ആത്മാർത്ഥയുടെ ഒരു അംശം പോലും എനിക്കൊരാളിൽ നിന്നും കിട്ടിയിട്ടില്ല. എന്തിനു പറയുന്നു? എന്റെ ഭാര്യയുടെ മുന്നിൽ പോലും തലയുയർത്തി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവള് ചോദിക്കുന്നതിൽ കാര്യമില്ലേ? IG വരെ സുഹൃബന്ധത്തിലുണ്ടായിട്ടും മകൻ എവിടെയെന്നുള്ള ചോദ്യത്തിന് എനിക്കൊരു തീരുമാനം പറയാൻ പറ്റുന്നില്ല. എടോ അബൂബക്കറെ, എനിക്ക് തന്റെ വിഷമം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിയമം നിയമത്തിന്റെ വഴിക്കല്ലേ പോവൂ. എന്നാ ഞാൻ എന്റെ വഴിക്ക് പോട്ടെ. താൻ അതിനും സമ്മതിക്കുന്നില്ലല്ലോ. എടോ, തന്റെ മകനെ കാണാനില്ല എന്ന സങ്കടവും സഹിച്ച് തന്റെ ഭാര്യ ഇപ്പൊ ജീവിക്കുന്നതേ താൻ കൂടെയുണ്ടല്ലോ എന്നൊരാശ്വാസത്തില്ല. തന്നെ കയറൂരി വിട്ട താൻ വല്ല അവിവേകവും കാണിച്ച അവർക്ക് പിന്നെ ആരാടോ ഉള്ളത്? മകന്റെ കാര്യമോ ഇങ്ങനെയായി. ഭർത്താവും കൂടെ അവരിൽ നിന്നകന്നാൽ അവരെ പോലൊരു സ്ത്രീക്ക് പിന്നെ പിടിച്ചു നിൽക്കാനാവില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ മകനെ അവരില്ലാതാക്കിയത് തന്നെയാണ്. ആ ഗോപാലകൃഷ്ണൻ എവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടന്നിട്ട് ഇപ്പൊ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. വേലായുധൻ 2ാം പ്രതിയാ, ഈ ഗോപാലകൃഷ്ണൻ 1ാം പ്രതി. എടോ, ഇത് താൻ പറയുന്നല്ലേ? തെളിവ് വല്ലതും ഉണ്ടോ? വാക്കാലുള്ള തെളിവല്ല കോടതിക്ക് വേണ്ടത്, എ സോളിഡ് പ്രൂഫ്. അങ്ങനെ എന്തെങ്കിലും തനിക്ക് തരാൻ പറ്റൂ? ഇങ്ങനെയൊക്കെ ചോദിച്ച ഞാൻ എന്തു പറയാനാ? ആ വേലായുധനെ പൊക്കിയ സമയത്തെ ഈ ഗോപാലകൃഷ്ണനെ പിടിച്ച് നല്ല ഇടി കൊടുത്തിരുന്നെങ്കിൽ അവൻ പറഞ്ഞേനെ അവൻ എങ്ങോട്ടേക്കാ എന്റെ മകനെ മാറ്റിയെന്ന്. ഗോപാലകൃഷ്ണനെ പൊക്കാൻ പറഞ്ഞ നിങ്ങൾ കേൾക്കില്ലല്ലോ. അബൂബക്കറെ, പോലീസുകാർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഉണ്ട്. ഒരാളെയും വ്യക്തമായ കാരണങ്ങളില്ലാതെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന്. പണ്ടത്തെ പോലെ ഊഹാപോഹങ്ങൾ മുഖവിലേക്ക് എടുക്കില്ലെന്ന്.
തന്റെ വാക്കും കേട്ട് ഗോപാലകൃഷ്ണനെ പിടിച്ച് അകത്തിട്ടാ പിന്നെ ഞാനാ സമാധാനം പറയേണ്ടി വരിക. ഹ്. അന്ന് അറസ്റ്റ് ചെയ്യാൻ പോയതിന്റെ നാണക്കേട് ഇതുവരെ മാറിയിട്ടില്ല. എന്നാലേ ഞാൻ ഇറങ്ങുന്നു. തെളിവല്ലേ നിങ്ങൾക്ക് വേണ്ടത്? ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. തെളിവിനല്ല, എന്റെ മകനെ തീർത്തവരെ എങ്ങനെ തീർക്കാൻ പറ്റുമെന്ന്. ഡോ ഞാൻ പറയുന്ന താനൊന്ന് കേക്ക്. വേണ്ട, ഒന്നും ഇങ്ങോട്ട് വിളമ്പണ്ട. ഗോപാലകൃഷ്ണനെങ്കിൽ ഗോപാലകൃഷ്ണൻ, വിഷ്ണു എങ്കിൽ വിഷ്ണു, രണ്ടുപേരിൽ ഒരാള് എന്റെ കത്തിമുനയിൽ തീരും. ഞാൻ തീർക്കും. ഡോ ഹായ് സത്യമ്മ. സത്യമേ. മോളെ പപ്പിമോളുടെ കൈയുടെ മേലാകിയൊക്കെ മാറിയോ? അതൊക്കെ മാറി സത്യമ്മേ. അല്ല, സത്യമ്മ അതറിയാൻ വേണ്ടി വന്നയാണോ? അറിയുകയും ചെയ്യണം, പപ്പിമോളെ മറ്റുള്ളവരെയൊക്കെ ഒന്ന് കാണുകയും ചെയ്യണം. അത് ശരി. സത്യമ്മ വന്നിട്ട് മുറ്റത്ത് നിന്ന് സംസാരിക്ക, അകത്തേക്ക് കേറ്റുന്നില്ലേ? ഓ, അതിനാ മറന്നു. വാ സത്യമ്മേ, അകത്തേറിയിരുന്ന് സംസാരിക്കാം. കുറച്ച് ദിവസമായിട്ട് ഒന്നിങ്ങോട്ട് വരണമെന്ന് ആലോചിക്കുന്നു. ഇപ്പോഴാ സമയം കിട്ടിയത്. വരൂ. അകത്തേക്ക് പോവാം. വാ സത്യമ്മേ, വാ. സത്യമ്മയ്ക്ക് സുഖാണോ? ഓ, ഇരിക്ക. ആ, ശ്യാമയെ കണ്ടില്ലല്ലോ. ശ്യാമയും ശാരിയും കൂടെ കടയിലേക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്ക. പോയിട്ട് കുറച്ചു നേരമായി, ഇപ്പൊ വരാറായിട്ടുണ്ട്. സത്യം, ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം. ഒന്നും വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വന്നത്. മാത്രല്ല, കുടിക്കുന്നതും കഴിക്കുന്നൊന്നും അല്ലല്ലോ. നമ്മുടെ പെരുമാറ്റവും പരസ്പരമുള്ള സ്നേഹത്തിലും അല്ലേ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ കാണിക്കുന്ന സ്നേഹവും സൗഹൃദമൊന്നും മക്കളിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് വലിയ കുറവ് തന്നെയാ. ഞാൻ വന്നതേ ശ്യാമയെ കാണാനും സംസാരിക്കാനുമാ. പറഞ്ഞു തീർക്കാൻ പറ്റുന്നാണെങ്കിൽ നമുക്ക് അങ്ങ് പറഞ്ഞു തീർക്കാലോ. ശ്യാമ അവിടെ ഉണ്ടാക്കിയ ബഹളവും കാര്യങ്ങളും ഒക്കെ ഞാൻ അറിഞ്ഞു സത്യമേ. വാശിയാ, ഞാൻ പറയുന്ന ഭാഗം ജയിക്കണമെന്ന വാശി. ആ കാണിക്കുന്ന വാശിയിലൂടെ തകരുന്നത് സ്വന്തം ജീവിതമാണെന്ന് അവൾ ഓർക്കുന്നില്ല.